ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൊന്തപ്പത്തിൻ്റെ 6-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള വിചിന്തനം, അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ച് നൊവേനയിൽ പങ്കുചേരുന്നത് വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമാകും. നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു വിശുദ്ധൻ, വിശുദ്ധ ബർണാഡ്. നമുക്കറിയാമല്ലോ, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയൊക്കെ വിശുദ്ധ ബർണാഡിൻ്റെ ഒരു സംഭാവനയാണ്. നിങ്ങൾ സെയിൻറ്റ് ബർണാഡ് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. സെയിൻറ്റ് ബർണാഡ് എന്നടിച്ചാൽ ചിലപ്പോൾ വരുന്നത് ഒരു നല്ല കൂടിയ ഇനം ഒരു പട്ടിയുടെ ഫോട്ടോയാണ്. ആ പേരിലൊരു പട്ടിയുള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങൾ കാത്തലിക് സെയിൻറ്റ് ബർണാഡ് അല്ലെങ്കിൽ സെയിൻറ്റ് ബർണാഡ് കാത്തലിക് സെയിൻറ്റ് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു പടം കാണാൻ പറ്റും. ഇനി അതിനകത്ത് ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. ഈ വിശുദ്ധനിലേക്ക് മഴവില്ല് പോലെ ഒരു ലൈൻ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഇനി അതേക്കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ബർണാഡ് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഉണ്ണീശോയും കൊണ്ട് അവിടെ വന്നു. ഉണ്ണിയെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയുടെ നെഞ്ചിൻ്റെ ഒരു വശത്ത് ഉണ്ണീശോ, മറുവശത്തെ ബ്രസ്റ്റിൽ നിന്ന് മുലപ്പാൽ ഈ വിശുദ്ധ ബർണാഡിൻ്റെ നാവിൽ വന്നു വീണു. അതിങ്ങനെ വരുന്ന അതാണ് മഴവില്ല് പോലെ കാണിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നാവിൽ വന്നു വീണു, അതുമൂലം അദ്ദേഹത്തിന് അസാധാരണമായ ജ്ഞാനം ലഭിച്ചു. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിലൊരംശം അദ്ദേഹത്തിൻ്റെ കണ്ണിലും വീണു. അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു കാര്യം സംഭവിച്ചതോടെ അദ്ദേഹത്തിന് കാഴ്ച തെളിഞ്ഞു കിട്ടി. വിശുദ്ധ ബർണാഡിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴിയായി സംഭവിച്ച വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ച് നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം പ്രാർത്ഥിക്കാൻ. നമ്മൾ കാണുന്നുണ്ട് ഒരു കാര്യം, സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറിയം ജ്ഞാനസിംഹാസനമാണ്. അതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. മറിയം എന്ന് പറയുന്നത് ജ്ഞാനസിംഹാസനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കാം. ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമ്മൾ കാണുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 721 വായിച്ചാൽ, മതബോധന ഗ്രന്ഥം 721 അവിടെ പറഞ്ഞിരിക്കുന്നത്, ആരാധനാക്രമത്തിൽ മറിയം ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമാണ്. മറിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടം, അതുപോലെ തന്നെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. ഇങ്ങനെയുള്ള പദവിയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ ഈ ദൈവിക ജ്ഞാനം, അതിൻ്റെ ആവശ്യകത, അതെത്ര വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, ജ്ഞാനം അക്ഷയനിധിയാണ്. അതാണ് ജ്ഞാനത്തെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുക. ജ്ഞാനം അക്ഷയനിധിയാണ്. ജ്ഞാനം 6-ാം അധ്യായം 12-ാമത്തെ വചനം പറയുന്നത്, തേജസ്സുറ്റതാണ് ജ്ഞാനം. ജ്ഞാനം തേജസ്സുറ്റതാണ്. സഭാപ്രസംഗൻ 7:12 വായിച്ചാൽ, ജ്ഞാനം ജ്ഞാനിയുടെ ജീവൻ സംരക്ഷിക്കും എന്നതാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം. പറയുണ്ട്, എത്ര വിശിഷ്ടമാണ് ഈ ജ്ഞാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജ്ഞാനം 9:18 പറഞ്ഞിട്ടുണ്ട്, ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം. ജ്ഞാനം 9-ാം അധ്യായം 6-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനമില്ലാത്തവൻ ഒന്നുമല്ല. മനുഷ്യരുടെ ഇടയിൽ അവന് വലിയ വിലയുണ്ടെങ്കിലും ജ്ഞാനമില്ലെങ്കിൽ അവനെ ദൈവം കാണുന്നത് ഒന്നുമില്ലാത്തവനെ പോലെയാണ്. സുഭാഷിതങ്ങൾ 4:7 അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്തു ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം. പ്രിയപ്പെട്ടവരെ, ഇതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം
ഒരുപാട് ഉപകരിക്കും എന്നുള്ള ബോധ്യത്തോടെ നമുക്കിനി നൊവേനയിൽ പങ്കുചേർന്ന് ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് ഭിന്നശേഷിക്കാർക്കും മാനസിക വൈകല്യമുള്ളവർക്കും ദൈവത്തിൻ്റെ പ്രത്യേകമായ സഹായം ലഭിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവും ഞങ്ങളുടെ മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. വാത്സല്യനിധിയും കരുണ നിറഞ്ഞവളുമായ പരിശുദ്ധ മറിയമേ, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ഞങ്ങളെ അങ്ങേ കരങ്ങളിൽ വഹിച്ച് സ്വർഗത്തിൽ എത്തിക്കണമേ. ഞങ്ങളുടെ ശരീരവും ആത്മാവും അശുദ്ധമാകാതിരിക്കാനും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തീരുമാനങ്ങളും അങ്ങയുടെ തിരുക്കുമാരന് പ്രീതികരമാകാനും ഞങ്ങളെന്നും സത്യമാർഗത്തിൽ നയിക്കപ്പെടാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ അമ്മേ, ദൈവമാതാവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളിലെ എല്ലാ തിന്മയും അശുദ്ധിയും അകന്നു പോകാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മീയ കരുത്ത് ഞങ്ങൾക്ക് ലഭിക്കാനും അമ്മ ഞങ്ങൾക്ക് തുണയാകണമേ. അമ്മയുടെ വിശ്വാസ ചൈതന്യവും പരസ്നേഹവും ശുശ്രൂഷ മനോഭാവവും സഹനശക്തിയും ഞങ്ങൾക്ക് ലഭിക്കാനും അമ്മയെപ്പോലെ ഞങ്ങളും ദൈവഹിതത്തിന് വിധേയപ്പെടുന്നവരാകാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് അതെല്ലാം ഞങ്ങൾക്ക് നിറവേറ്റി തരണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.